എന്നെ പോലെ സുരുണ്ട മുടി ഇഷ്ടമുള്ളവർ ഇവിടെ കമോൺ ഓൾറെഡി എൻ്റെ ഒരു സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇടയ്ക്ക് കേളി ഹെയറിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ത്വര വരാറുണ്ട്. സോ ഞാൻ നമ്മുടെ നോർമൽ കേളേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്, ഓവർനൈറ്റ് കേൾസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇതുപോലത്തെ കുഞ്ഞി കേളി ഹെയർസ് ആണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതിനെ ചോപ്സ്റ്റിക് കളർന്നോ ന്യൂഡിൽ കളർ എന്നൊക്കെ പറയാറുണ്ട്. സാധാരണ നമ്മുടെ കളറൊക്കെ പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ കുഞ്ഞു കേൾസ് ആക്കി നമുക്ക് തരാം. ഞാൻ മേടിച്ചിട്ടുള്ളത് അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ചോപ്സ്റ്റിക് കളർ ആണ് കേട്ടോ. വയറിന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ആൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. സോ വയർ ഇങ്ങനെ കെട്ടുപിടിക്കുന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഹീറ്റ് കൊടുക്കുന്ന എന്ത് പരിപാടി ഹെയറിൽ ചെയ്യുകയാണെങ്കിലും മസ്റ്റ് ആയിട്ട് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് എന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സ്ട്രാൻഡ്സ് മുടി എടുത്തു, കേൾ ചെയ്തു, തേഞ്ഞു. ആൻഡ് സെക്കൻഡ് സ്ട്രാൻഡ് എടുത്തു, കേൾ ചെയ്തു, തേഞ്ഞു. എന്തുവാടേ, പിന്നെ ഒന്നിപ്പോയാൽ മൂന്നാണല്ലോ. അങ്ങനെ മൂന്നാമത്തെ റെഡിയായി ഗായ്സ്. പിന്നെ ഇത് ചെയ്യുന്നതിന്റെ ആ ഒരു നെയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിൾ ആണ് കേട്ടോ. ഞാനൊരു 4-5 ചെയ്ത് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല വൃത്തിയുള്ള കേൾസ് കിട്ടാൻ തുടങ്ങി. ഓരോ വൃത്തിയുള്ള കേൾസ് കാണുമ്പോഴും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നായി പോയി. ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ആൻഡ് ദൈവത്തെ ഓർത്ത് എന്നെ കൊല്ലരുത് പ്ലീസ്. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഹെയർ മൊത്തത്തിൽ ഇതുപോലെ കേൾ ചെയ്യുന്നത്. ഇത്രയും നാൾ സ്ട്രൈറ്റ് ഹെയർ ഉണ്ട്, പെട്ടെന്ന് കേളി ഹെയർ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇതിപ്പോ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ എനിക്കിത് ചേരണ്ടോന്ന് അറിയില്ല, പക്ഷെ കേൾസ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, നോ ഡൗട്ട്. നല്ല വൃത്തിയുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് കുറച്ച് പാളി പോയെങ്കിലും ബാക്കിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കഴിവൊക്കെ ഉണ്ട്. പിന്നെ കേൾസ് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കുക. എൻ്റെ ഒരു ഹെയർ ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യാതെ വിടുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു ആഫ്റ്റർനൂൺ ഒക്കെ വരെ ആ ഒരു കേൾസ് നിൽക്കുന്നുണ്ട് കേട്ടോ. സോ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ടാറ്റാ.